അഖിൽ അക്കിനേനിയെ നായകനാക്കി സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രമാണ് ഏജന്റ്. ഒരു സ്പൈ ആക്ഷൻ ചിത്രമായി ഒരുങ്ങിയ ഏജന്റിൽ മമ്മൂട്ടിയും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. മോശം പ്രതികരണങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. നിറയെ ട്രോളുകളും സിനിമ ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴിതാ ചിത്രം ഒടിടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോണി ലിവിലൂടെയാണ് സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചത്. 2 വർഷത്തിന് ശേഷമാണ് ചിത്രം ഒടിടിയിലെത്തുന്നത്. മോശം പ്രതികരണമാണ് ഒടിടിയിലും സിനിമയ്ക്ക് ലഭിക്കുന്നത്. കാഴ്ചക്കാർക്ക് തലവേദന നൽകുന്ന സിനിമയാണ് ഏജന്റ് എന്നും ഈ ചിത്രം പരാജയമായതിൽ അത്ഭുതമൊന്നും ഇല്ലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിനും ട്രോളുകൾ ലഭിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം മികച്ച സിനിമകളും കഥാപാത്രങ്ങളും മാത്രം ചെയ്തുപോരുന്ന മമ്മൂട്ടി എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഓക്കെ പറഞ്ഞത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ രംഗങ്ങൾ പ്രേക്ഷകർ എക്സിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. പതിവ് പോലെ അഖിൽ അക്കിനേനിയുടെ മോശം പ്രകടനമാണ് സിനിമയിലെത്തെന്നും കമന്റുകളുണ്ട്. ചിത്രത്തില് മമ്മൂട്ടി ചീഫ് കേണല് മഹാദേവന് എന്ന കഥാപാത്രമായിട്ടായിരുന്നു എത്തിയിരുന്നത്. ചിത്രത്തിലെ ആക്ഷന് രംഗങ്ങൾക്ക് നേരെ വലിയ വിമർശനമുയർന്നില്ലെങ്കിലും കഥാപാത്ര സൃഷ്ടിയും സന്ദർഭങ്ങളും കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. പല സീനുകളും മീമായും ട്രോളായുമായിരുന്നു കൂടുതൽ വൈറലായത്. ഹിപ്പ് ഹോപ്പ് തമിഴ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് നവീന് നൂലിയാണ്. ക്യാമറ റസൂല് എല്ലൂരും, കലാസംവിധാനം അവിനാഷ് കൊല്ലയുമായിരുന്നു. ഹൈദരാബാദ്, ഡൽഹി, ഹംഗറി എന്നിവിടങ്ങളിലായി ഷൂട്ട് ചെയ്ത ചിത്രം എകെ എന്റർടൈൻമെന്റ്സിന്റെയും സുരേന്ദര് രണ്ട് സിനിമയുടെയും ബാനറില് രാമബ്രഹ്മം സുന്ദരയാണ് നിർമ്മിച്ചത്.